നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ, ആ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ അത് NDAക്ക് അനുകൂലമാകുന്ന രീതിയിലാണ് പുറത്തു വന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ മാധ്യമങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നിലമ്പൂരിൻ്റെ MLA ആയിട്ടുള്ള PV അൻവർ രംഗത്തെത്തിയിരിക്കുകയാണ്. ദേശീയ തലത്തിൽ BJP 225 സീറ്റ് കടക്കുമെന്ന് വെല്ലുവിളിക്കുന്ന മാധ്യമങ്ങൾക്ക് 1 കോടി രൂപ സമ്മാനം നൽകുമെന്നൊക്കെയാണ് വാഗ്ദാനം. സമ്മതിക്കണം അൻവറിനെ. കേരളത്തിൽ 10 സീറ്റിൽ LDF കുറയില്ല എന്നും കുറഞ്ഞാൽ വെല്ലുവിളിച്ച മാധ്യമത്തിന് 1 കോടി രൂപ തരാമെന്നും ഇദ്ദേഹം പറയുകയാണ്. അതായത് നമ്മൾ അൻവറിൻ്റെ വാഗ്ദാനം വളരെ വലുതാണെന്ന് പറയട്ടെ. താൻ കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമങ്ങളെയും വെല്ലുവിളിക്കുകയാണ് എന്ന് തന്നെയാണ് അൻവർ പറയുന്നത്. വെല്ലുവിളി തൻ്റെ ജീവിതത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്ന ആളല്ല, പക്ഷേ ഈ ഘട്ടത്തിൽ വെല്ലുവിളിക്കാതിരിക്കാൻ നിർവാഹമില്ല, അതുകൊണ്ട് വെല്ലുവിളിക്കുകയാണ്. അത്തരത്തിലുള്ള എക്സിറ്റ് പോൾ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അൻവർ പറയുന്നത്. കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ പത്രമാധ്യമങ്ങളെയും ഈ പറയുന്ന ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ BJPയോട് ഒപ്പം നിൽക്കുന്ന ഒട്ടനവധി ചാനലുകൾ ഉണ്ട് എന്നാണ് അൻവറിൻ്റെ വാദം. എല്ലാവരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളി എന്ന് പറയപ്പെടുന്നത് 1 കോടി രൂപയാണ്. ആ വെല്ലുവിളി എന്നാൽ 225 സീറ്റിന് മേലെ, മിനിയാന്ന് 193 സീറ്റ് എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ചർച്ചകൾ നടക്കുമ്പോൾ അതിലെ മാനിപ്പുലേഷനുമായിട്ടുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അൻവർ പറയുന്നത്. അതിൽ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് എങ്കിൽ പോലും NDA മുന്നണിക്ക് 225 സീറ്റുകളിൽ മേലെ നേടാൻ കഴിയില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് അൻവർ. അതല്ല, BJP അധികാരത്തിൽ വരുമെന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ 1 കോടി രൂപയ്ക്ക് അവരോട് ബെറ്റ് വയ്ക്കാൻ തയ്യാറാണ് എന്നാണ് അൻവർ പറയുന്നത്. തയ്യാറുള്ള മാധ്യമങ്ങൾ 50 ലക്ഷത്തിൻ്റെ DD എടുത്ത് വരട്ടെ, തിരിച്ചാണെങ്കിൽ ഞാൻ 50 കോടി രൂപ നൽകുമെന്നും, അതുപോലെ തന്നെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും 1 സീറ്റ് 2 സീറ്റ് 3 സീറ്റ് എന്ന് പറഞ്ഞ് അവസാനം കേരളത്തിലെ പത്രമാധ്യമങ്ങൾ എത്തി നിൽക്കുന്നത് 5 സീറ്റിലാണ് എന്നുള്ളതാണ്. 10 സീറ്റിൽ കുറവ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആവുകയാണ് എങ്കിൽ ഈ പറഞ്ഞ ബെറ്റ് നടപ്പിലാക്കിയിരിക്കും. കേരളത്തിലെ ഏത് ചാനലുകൾ, ഏഷ്യാനെറ്റോ മനോരമയോ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിനെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ സാഹസികമായിട്ട് പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള മുഴുവൻ മാധ്യമങ്ങൾ, അത് പത്രങ്ങളാവട്ടെ, ദൃശ്യമാധ്യമങ്ങളാവട്ടെ, എല്ലാ പത്രമാധ്യമ കോർപ്പറേറ്റ് കമ്പനികളെയും വെല്ലുവിളിക്കുകയാണ് അൻവർ. ഇതൊന്നും കേട്ട് സഖാക്കൾ തളരേണ്ടതില്ല എന്ന് കൂടി പറയുകയാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചവരാണ്, ജനങ്ങളുടെ മനസ്സറിഞ്ഞവരാണ്, അതുകൊണ്ട് ഞങ്ങൾ വിജയിക്കുമെന്നാണ് PV അൻവറിൻ്റെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ. കേരളത്തിൽ CPM നേതൃത്വത്തിലുള്ള LDFന് 1 സീറ്റ് പോലും കിട്ടില്ല എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടി CPMനെ വാരി അലക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ളവർ. ഇപ്പോൾ ശ്രീജിത്ത് പണിക്കറും അത്തരത്തിലാണ് പറയുന്നത്. കാരണം കേരളത്തിൽ CPM നേതൃത്വത്തിലുള്ള LDFന് 5 സീറ്റ് വരെ ലഭിക്കാമെന്നും 1 സീറ്റ് പോലും കിട്ടില്ലെന്നുമുള്ള പ്രവചനം കൂടി അതിനകത്തുണ്ട്. ഈ സാഹചര്യത്തിലാണ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വലിയ പരിഹാസവുമായിട്ട് ശ്രീജിത്ത് പണിക്കർ എത്തിയിരിക്കുന്നത് ഈ ഇടത് കമ്മികൾക്കെതിരെ. സഖാക്കളെ, നമ്മൾ തളരരുത്. അന്തിമ ഫലം വരുമ്പോൾ നമ്മൾ മത്സരിച്ച 52 സീറ്റുകളിൽ മാത്രമല്ല, നമ്മൾ മത്സരിക്കാത്ത ചില സീറ്റുകളിൽ കൂടി നമ്മൾ വിജയിച്ചിരിക്കും. ഇതിനെയാണ് നമ്മൾ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്ന് പറയപ്പെടുന്നതെന്നാണ് ശ്രീജിത്ത് പണിക്കർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. രാജ്യത്ത് 3ാമത് മോദി തരംഗമെന്ന് വ്യക്തമായ സൂചനകൾ നൽകിക്കൊണ്ടുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്നുള്ളത് രാജ്യം മുഴുവനും അറിഞ്ഞു കഴിഞ്ഞു. BJP 350-ലേറെ സീറ്റുകൾ നേടി തുടർച്ചയായിട്ടുള്ള 3ാം വട്ടവും അധികാരത്തിലെത്തുന്നു എന്നുള്ളതാണ് എല്ലാ സർവേ ഫലങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നു. അതേസമയം കോൺഗ്രസിന് 2019 ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുന്ന സാഹചര്യമുണ്ട്. ചിലപ്പോൾ 3 സീറ്റ് വരെ കിട്ടിയേക്കാം എന്നുള്ളത് കൂടി സർവേയിൽ പറയുന്നുണ്ട്. തൃശ്ശൂർ, തിരുവനന്തപുരം എന്നിവയ്ക്ക് പുറമെ ചിലപ്പോൾ ആറ്റിങ്ങൽ BJP വിജയിക്കുമെന്നുള്ള പ്രവചനം വരുന്നുണ്ട്. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്ന ഒരു സമീപനം BJP 27% വോട്ട് വേണ്ടുമെന്നാണ് ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യ പ്രവചനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. 2019 13% BJPയുടെ വോട്ട് വിഹിതം, അത് 27% പോകുന്നു. അതേസമയം കേരളത്തിൽ BJP നേട്ടമുണ്ടാക്കുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നതെങ്കിൽ കൂടി അതിനെ തള്ളുകയാണ് LDFും UDFും ഒക്കെ. എന്നാൽ എക്സിറ്റ് പോൾ സർവേകളിൽ പറയുന്ന പോലെ മോദി അനുകൂല തരംഗം കേരളത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം എന്ന് പറയപ്പെടുന്നത്. BJPയുടെ അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റമാണ് കേരളത്തിൻ്റെ നടക്കാൻ പോകുന്നത്. കേരള എക്സിറ്റ് പോളിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയപ്പെടുന്നതും അത്തരത്തിൽ തന്നെയാണ്. കേരളത്തിൽ താമര വിരിയുമെന്ന പ്രവചനത്തിനൊപ്പം തന്നെ BJPയുടെ വോട്ട് വിഹിതം എന്ന് പറയപ്പെടുന്നത് 27% ഉയരാൻ പോകുന്നു എന്നുള്ള പ്രവചനം വരെ ഉണ്ടാകുന്നുണ്ട്. BJPക്ക് ചിലപ്പോൾ 3 സീറ്റ് വരെ ഇവിടെ നിന്ന് നേടാനാകും. ഭൂരിഭാഗവും എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നതാണ്. അതായത് LDFിനുള്ള വോട്ട് ശതമാനത്തിൽ 2% മാത്രമായിരിക്കും BJPക്ക് കുറവുണ്ടാകാൻ പോകുന്നത് എന്നുള്ള പ്രവചനം ഉണ്ടാകുന്നു. 15% നിന്ന് BJP 27%ലേക്കുള്ള ഒരു കുതിച്ചുചാട്ടം അല്ലെങ്കിൽ ഒരു കുതിപ്പ് നടക്കുന്നു. ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ മുഴുവൻ അമ്പരപ്പിക്കുന്നു എന്നുള്ളതാണ്. മൊത്തം നമ്പറിൽ നേട്ടം പറയുമ്പോൾ BJPയുടെ മുന്നേറ്റം പാടെ തള്ളിക്കളയുകയാണ് UDF. കാരണം BJPക്ക് സാധ്യത പറഞ്ഞ സീറ്റിൽ എല്ലാം ജയിക്കുമെന്നാണ് UDF നേതാക്കളടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
കാരണം 20 സീറ്റും UDF ജയിക്കുമെന്ന്. LDFന് കേരളത്തിൽ വൻ തകർച്ച ഉണ്ടാകുമെന്ന പ്രചരണത്തിനിടെ BJP നേട്ടമുണ്ടാക്കുമെന്നുള്ള പ്രവചനങ്ങൾ ഇടതുപക്ഷത്തിന് ഇരട്ടി പ്രഹരമായി മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ LDFും പ്രവചനം പാടെ തള്ളുകയാണ്. ഒരു സീറ്റും BJPക്ക് കിട്ടില്ല എന്നുള്ള യഥാർത്ഥ ഫലം വരുമ്പോൾ എല്ലാം വ്യക്തമാകുമെന്നാണ് LDF നേതാക്കളുടെ അടക്കം പ്രതികരണം. എന്നാൽ മോദി തരംഗം കേരളത്തിലും വീശി എന്ന് വിശ്വസിക്കുകയാണ് BJP നേതാക്കൾ. 2 അക്ക സീറ്റ് 2 സീറ്റ് എന്നൊക്കെ പറഞ്ഞെങ്കിലും 3 സീറ്റ് വരെ ചിലപ്പോൾ പോളിംഗിന് ശേഷമുള്ള കണക്കുകൾ പ്രകാരം ശരിവച്ചിട്ടുണ്ട്. ആ ഫലങ്ങൾ തന്നെയായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. BJP നേതൃത്വവും അത്തരത്തിൽ തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് BJPയുടെ ഒരു കുതിച്ചുകയറ്റം ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ 2019 വരെ ഏകദേശം 15% മാത്രമായിരുന്നു വോട്ട് ഷെയർ എന്ന് പറയപ്പെടുന്നത് BJPക്ക്. എങ്കിൽ 27% ഒരു കുതിച്ചുചാട്ടം നടത്താൻ പോവുകയാണ് ഈ തിരഞ്ഞെടുപ്പിൽ. അതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന എന്ന് പറയപ്പെടുന്നത് BJP 3ാം വട്ടവും അധികാരത്തിലേറുമെന്നുള്ളതാണ്. മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ പിടികൊടുക്കാതെ നടന്ന കേരളത്തിൽ പോലും താമര വിരിയുന്നു എന്നുള്ളതാണ്. താമര വിരിയുന്ന ഇടങ്ങളിലൊന്ന് തൃശ്ശൂരാണ്, മറ്റൊന്ന് തിരുവനന്തപുരമാണ്, മറ്റൊന്ന് ആറ്റിങ്ങലാണ്. ഇങ്ങനെ 3 മണ്ഡലങ്ങളിൽ താമര വിരിയുവാനുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ 3 മുതൽ 5 സീറ്റ് വരെ BJPക്ക് ലഭിച്ചേക്കാം, 15 സീറ്റ് UDFന് ലഭിച്ചേക്കാം, ചിലപ്പോൾ 1 സീറ്റ് പോലും LDFന് ലഭിക്കാനുള്ള സാധ്യതയില്ല. അപ്പോഴും LDFും UDFും BJP മുന്നേറുമെന്നുള്ള വാദത്തെ തള്ളിക്കളയുകയാണ്. അതിൻ്റെ ആയുസ് എന്ന് പറയപ്പെടുന്നത് ഇന്നത്തെ ഒരു രാവ് കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു.